അല്ല, ഞാൻ അന്നും പറഞ്ഞത് അത് ആ സാഹചര്യം നേരിട്ട് അനുഭവിച്ച സ്ത്രീകളാണ് പറഞ്ഞിട്ടുള്ളത്. ഹേമ കമ്മിറ്റിയിലും പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ബംഗാളി ആക്ട്രസ് പറഞ്ഞതും അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ബൈറ്റും അദ്ദേഹം പറഞ്ഞ വോയിസ് റെക്കോർഡും ഞാൻ കേട്ടതാണ്. അപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന ആള് വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഗുരുതരമായിട്ടൊരു ലേഡി ആക്ട്രസ് ആരോപണം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി ആരായാലും ആ സ്ഥാനത്തിരിക്കുന്ന ആള് അന്വേഷണത്തെ നേരിടണം. അവർ പരാതി കൊടുക്കണം, അന്വേഷണത്തിന് നേരിടേണ്ടതാണ്. ഈ പരാതി എഴുതി നൽകിയാൽ, രേഖാമൂലം നൽകിയാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്നാണ് ഇന്ന് രാവിലെ മന്ത്രി പറഞ്ഞത്. അങ്ങനെ എത്ര ഇരകളാക്കപ്പെട്ട എത്ര പേർ വർഷത്തിൽ പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറാകും? അങ്ങനെ തോന്നുന്നുണ്ടോ? അറിയില്ല. അതല്ലേ പിന്നെ ഈ ഇത്തരം കേസുകൾ വരുമ്പോൾ അവർ പരാതി കൊടുക്കാത്തത് കൊണ്ടാണല്ലോ അത് തേഞ്ഞു മാഞ്ഞു പോകുന്നത്. അപ്പോൾ അവരോടൊക്കെ ഞാൻ അന്നും പറഞ്ഞത്, നിങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറായിട്ട് വരണം. പരാതി കൊടുത്തില്ലെങ്കിൽ ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഇതങ്ങ് പോവും, എല്ലാം പോകുന്നു. മുൻകാലത്തെ അനുഭവം അത് തന്നെയല്ലേ, പല കേസുകളും അങ്ങനെ പോവാറില്ലേ. അപ്പൊ ഇതും പോവും. ഇത് പോകരുതെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ചർച്ചയിൽ പോലും WCCയുടെ അംഗങ്ങളോട് പറഞ്ഞ, നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ പരാതി കൊടുത്ത് കേസെടുപ്പിക്കാൻ ഒരു ധൈര്യം കൊടുത്ത് അവരെ മുൻപോട്ട് കൊണ്ടുവരണം. പിന്നെ ഇതുപോലെയുള്ള ബൈറ്റ് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ, ഈ കാര്യം പറയുമ്പോൾ, അല്ലെ ഇതിന് മുന്നേ പറഞ്ഞ കാര്യം പറയുമ്പോൾ, പല സ്ത്രീകളും ഇത് പറയാൻ മടിക്കുന്നതും മുൻപോട്ട് വരാതിരിക്കുന്നതും, അതിന്റെ താഴെ പരാതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മോശമായ തരത്തിലുള്ള കമന്റ്സ് വരും. അപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അത് കേൾക്കുമ്പോൾ അവർക്കല്ലെങ്കിൽ പോലും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരെ വിലക്കും. പറയരുത്, എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നത്, മിണ്ടണ്ട. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊതുസമൂഹവും അവരോടൊപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇല്ല, എന്നെ ആരും വിളിച്ചിട്ടില്ല. എന്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ട്. അതിൽ പലരും ഇപ്പോൾ പുറത്ത് പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കറിയാം, എന്റെ സുഹൃത്തുക്കൾ ഇത്തരം അനുഭവങ്ങൾ നേരിട്ട് അവർ എന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാര് ഗീതാ വിജയൻ തന്നെ ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പിന്നെ അവരെ അതുമൂലം അവർക്ക് പല പടങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ എന്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പലരും ഇപ്പോൾ പറയുന്നുണ്ട്. ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ട്. ശ്വേതാ മേനോന് 9 പടങ്ങൾ, ഇപ്പൊ അവർ ഗ്രൂപ്പ് കാരണം 9 പടങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്.